കേരള കിട്ടിയോ? ഏത് ഈ മുട്ടായി ഒരാൾ കഴിച്ചു ലോകത്ത് പൊട്ടിച്ചു. ഞാനല്ല ഒത്തില്ല സായി. ഹലോ, കിളിച്ചില്ല. ഇന്ന് നട്ടതേ ഉള്ളു. ഇന്ന് രാവിലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാവും കുക്കു കേട്ടോ. കുഞ്ഞോ, പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരത്തെ വന്നു കേട്ടോ. മോനിക്കുട്ടിന്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു. അവിടെ പോയി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ മോനിക്കുട്ടനോട് ഇങ്ങോട്ട് വന്നു. ജാനിക്കുട്ടിനോടൊക്കെ കയറി സൂപ്പർ മാർക്കറ്റിൽ കയറി പാലൊക്കെ വാങ്ങിച്ചു. പിന്നെ ബ്രൗൺ ബ്രെഡ് മേടിച്ചു. ബ്രൗൺ ബ്രെഡ് അവിടെ ഇല്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മേടിച്ചപ്പം ഇന്നിപ്പോ അത് മേടിച്ചു. പിന്നെ ഇത് എനിക്കാട്ടോ സ്വീറ്റ് ബ്രെഡ്. ഇത് കണ്ടപ്പോ ഒരുപാട് നാളായി കഴിച്ചിട്ട് അതുകൊണ്ട് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി. പിന്നെ മോനിക്കുട്ടന് ബൺ റോൾ ഒരെണ്ണം വാങ്ങിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് മുത്തിനൊരു ചീപ്പ്, സാധാരണ റൗണ്ട് ചീപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇന്ന് കണ്ടപ്പോ ഒരു കൗതുകം, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ പെർഫ്യൂം ഒക്കെ തീർന്നു, അതുകൊണ്ട് കുട്ടിക്കൂറയുടെ എറ്റേണലിന്റെ 2 വാങ്ങിച്ചു കേട്ടോ. പിന്നെ എന്റെ പിരികം കറപ്പിക്കുന്ന പെൻസിൽ തീർന്നെന്ന് വെച്ചാൽ ബ്രൗൺ കളറായിരുന്നു. അപ്പൊ ബ്രൗൺ ഇപ്പൊ അടിക്കുമ്പോ എടുത്തറിയുന്ന പോലെ തോന്നും. അതുകൊണ്ടൊരു കറുപ്പ് മേടിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ ചുമ്മാ ഒന്ന് കറപ്പിച്ച് വെക്കും. അപ്പം ഇന്ന് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പം കുളിച്ചിട്ട് വീഡിയോ എടുക്കണേ. അപ്പൊ ഇനിയിപ്പോ അടുക്കളയിലെ പണികള്, ചോറ് ഞാൻ റൈസ് കുക്കറിനകത്ത് നിന്ന് വെച്ചു, കുത്തരി ആയിട്ടത് കേട്ടോ. പിന്നെ ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ. എന്നെ കാണാൻ വേണ്ടിയിട്ട് ദൂരേന്നൊരു കത്തുമായിട്ട് ഒരു ചേച്ചി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ചേച്ചി അതിനകത്ത് ഫോൺ നമ്പർ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോൺ നമ്പർ ഇല്ല കേട്ടോ. ഞാനൊരു 10 ആവർത്തി അത് തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി. അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടെന്ന് ഓർത്ത് എന്റെ കണ്ണ് പിടിക്കാഞ്ഞിട്ടാന്ന് ഓർത്ത് കേട്ടോ. പക്ഷെ അതിനകത്ത് ഫോൺ നമ്പർ എഴുതിയിട്ടില്ല. മറന്നു പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. നമ്പർ ഇല്ലാഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു നഷ്ടബോധം തോന്നി. കാരണം എന്റെ സന്തോഷം ഒന്ന് നേരിട്ട് വിളിച്ച് പറയാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളത് ഭയങ്കര നഷ്ടബോധം തോന്നുന്നുണ്ട്. അപ്പൊ ഇനി എപ്പോഴെങ്കിലും പത്തനംതിട്ടയിൽ വരുമ്പോൾ എന്റെ അടുത്തൊന്ന് വരണം, എനിക്ക് നമ്പറൊന്നും തരണം കേട്ടോ. അല്ലെങ്കിൽ എന്റെ FB അമ്മക്കിളിന്ന് തന്നെ സെർച്ച് ചെയ്താൽ മതി. അത് അമ്മക്കിളിന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ Jയും സ്മോൾ ലെറ്റർ ആയും പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് ക്യാപിറ്റൽ NCY ജിൻസി എന്നുള്ളത് കേട്ടോ. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോ FB കിട്ടും. അതിനകത്ത് മെസ്സഞ്ചറിനകത്തൊരു മെസ്സേജ് ഇടണം കേട്ടോ. അത് ചേച്ചിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടണം, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കുറെ റിക്വസ്റ്റുകളും മെസ്സേജുകളും ഒക്കെ വരുന്നതായോണ്ടാണ്. അപ്പൊ എല്ലാരും ഹായ് ഹലോ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ആരൊക്കെയാണ്, എങ്ങനെയാണ്, നമ്മൾ പരിചയപ്പെട്ടവരാണോ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ളവരാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം എന്റെ പ്രിയങ്ങളൊക്കെ എനിക്ക് FBയിലായാലും ഇൻസ്റ്റയിലായാലും മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി മെസ്സേജ് ഇടുക കേട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ലാതെ നമ്മള്
ഹായ് ഹലോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് പ്രൊഫൈൽ പിക്ക് ഒന്നും കാണത്തില്ല, ചിലപ്പോൾ അക്കൗണ്ട് പ്രൈവറ്റ് ആയിരിക്കും. എന്റെ പ്രിയങ്ങളൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നീ വലിയ ആളായി പോയോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. നമുക്ക് ഏതൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴായാലും നമ്മൾ കുറച്ച് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ നമുക്ക് റിക്വസ്റ്റുകളും മെസ്സേജുകളും വരും. അപ്പൊ അതിൽ ഏതാണ് എന്താണ് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും തിരിച്ചറിയാനുള്ള സെൻസർ ഒന്നും നമുക്കില്ലല്ലോ. നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇന്നെടുത്ത് വെച്ച് കണ്ട ആളാണ്, അല്ലെ ഇന്ന ആളാണ്, ഇന്ന അക്കൗണ്ടാണ് ആളുടേത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇന്ന് മോനുകുട്ടന്റെ സ്കൂളിൽ പോയപ്പോ മോനുകുട്ടന്റെ സ്കൂളിലും മോനുകുട്ടന്റെ കൂടെ പഠിക്കുന്ന ക്രിസ്റ്റി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കേട്ടോ. ക്രിസ്റ്റിയുടെ അമ്മമ്മയും പപ്പയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ്. ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. ക്രിസ്റ്റിയാണ് ഞാൻ മോനുകുട്ടന്റെ കൂടെ നിൽക്കുന്നത്. ക്രിസ്റ്റിയാണ് കേട്ടോ, ക്രിസ്റ്റിക്കുട്ടനാണ്. ആലനെ കാണിക്കാൻ മറന്നുപോയി. ഇനിയുള്ള വീഡിയോസിലൊക്കെ മോനുകുട്ടന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കാണിക്കാം കേട്ടോ. സാറിന്റെ പേരെന്തോ? സിഞ്ചു സാറ്. അപ്പൊ ഈ വർഷത്തെ മോനുകുട്ടന്റെ ക്ലാസ് ടീച്ചർ സിഞ്ചു സാറാണ്. ഇതുവരെ നമുക്ക് ഈ LKG UKG 1, 2 ക്ലാസ്സുകളിലെല്ലാം ലേഡീസ് ടീച്ചേഴ്സ് ആയിരുന്നു കേട്ടോ. ഇത്തവണ നമ്മുടെ സിഞ്ചു സാറാണ് പഠിപ്പിക്കുന്നത് ക്ലാസ് ടീച്ചറായിട്ട്. കുട്ടികൾ പഠിക്കാത്ത അല്ലെ അനുസരണക്കേട് കാണിക്കുമ്പോൾ മാത്രമാണ് അധ്യാപകർ അടിക്കുന്നത്. അങ്ങനെ അടിയും വഴക്കും ഒക്കെ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഇത്രയും വഴക്കുണ്ടാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെയൊക്കെ കാലത്ത് അധ്യാപകരെന്ന് പറയുമ്പോൾ ഒരു ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഇന്ന് പക്ഷെ അത്രയും ഭയബഹുമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ പേടി വേണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. കാരണം എന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങള് ഈ ഹോംവർക്ക് തരുന്നതായാലും പഠിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറയുന്നതായാലും ഒക്കെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഇത് ഒരു കൂട്ടുകാരെ പോലെ ആവുന്നത് എന്തിനാണ്? കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അത് കുഞ്ഞുങ്ങൾ മുതലെടുക്കുന്നവരുണ്ട്, അതാണ് കേട്ടോ. അതങ്ങനെയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാനും ഒക്കെ മെനക്കെടണം അല്ലെ. അതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. എന്റെ മോനുകുട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ടീച്ചേഴ്സ്, ഇന്നത്തെ അധ്യാപകരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്താണ്. പണ്ടത്തെ അധ്യാപകരൊന്നും മോശക്കാരാന്നല്ല പറയുന്നത്. ഇന്നും എന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചറിനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ടീച്ചർ എന്റെ അടുത്ത് വന്നാൽ എനിക്ക് പേടിയാണ്. നിന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ്. അത്രയും ഒരു ഭയപ്പാട് ഇന്നത്തെ അധ്യാപകരോട് കുഞ്ഞുങ്ങൾക്കില്ല അല്ലെ. ഒരു പരിധി വരെ പോസിറ്റീവാണ്. ഒരു മറുവശം കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഒരു എന്നെ വഴക്ക് പറയത്തില്ല, എന്നെ അടിക്കത്തില്ല എന്നൊരു ചിന്ത വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. എന്ത് തന്നെ ആയാലും ടീച്ചേഴ്സ് എന്ന് പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു ടീച്ചിങ് എന്നുള്ളത് കേട്ടോ. പക്ഷെ നമുക്കൊന്നും ആകാൻ പറ്റിയില്ല. ഈ പിള്ളേരോട്, എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു ഒരാളെങ്കിലും ടീച്ചറായി കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. അമ്മ, ഞങ്ങൾ സ്കൂളിലെ ഒരു ഹിന്ദി കുഞ്ഞുണ്ട്. അത് 1ാം ക്ലാസ്സില്ല, ഇപ്പൊ മലയാളം പഠിക്കും. ആദ്യം ഡൈമേജോ എന്ത് കാണാൻ പറഞ്ഞു. മോനുകുട്ടന്റെ സ്കൂളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 4 കുഞ്ഞുങ്ങളൂടെ ഉണ്ട്. അതിന്റെ കാര്യമാണ് പറയുന്നത്. ഹിന്ദി പറയുന്ന ഒരു കുഞ്ഞു വന്നിട്ടുണ്ടെന്നാ തന്നെയാ പറഞ്ഞത്. വേറെ 3 പേരൂടെ ഉണ്ട്. അത് മോനുകുട്ടന് അറിയത്തില്ലായിരുന്നു. ഇന്ന് HM നമ്മളോട് പറഞ്ഞു. ഞാന് ഇന്നത്തെ പണികളെന്ന് വെച്ചാല് എന്തുവാ, മീൻ കുറച്ചിരിപ്പുണ്ടായിരുന്നല്ലോ, അത് ഞാൻ പച്ചമാങ്ങ ഇട്ട് മുളകിട്ട് കറി വെക്കാൻ പോവാണേ. എന്നിട്ട് രാവിലെ ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വഴുതനങ്ങ കറി ഇരിപ്പുണ്ട്, ഇന്നത്തെ കൂടെ ഉണ്ട്. മുത്തിന് രാത്രി ചപ്പാത്തി കഴിക്കാൻ മത്തിക്കറി കൊടുക്കാം. അത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. അപ്പൊ ഞാനിപ്പം മീൻ അങ്ങോട്ട് കറി വെക്കാൻ പോവാണേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ട് നമുക്ക് തീർക്കാട്ടെ. പിന്നെ കുറച്ച് കിടിപിടി ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ ബോട്ടിൽ ഇതുവരെ ഇവിടോട്ട് കൊണ്ടുവച്ചില്ല. അതൊന്ന് വെക്കണം. അതിന് കുറച്ച് ബാക്കി പാച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. വലിയ ഡെക്കറേഷൻ ഒന്നും അല്ല കേട്ടോ. എനിക്ക് അത്രയും വലിയ കഴിവുള്ള ആളൊന്നും അല്ല. എന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയങ്ങളെ ഞാനിത് കാണിക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയി മോനുകുട്ടന് ചായ ഇട്ട് കൊടുത്തില്ല. മോനുകുട്ടന് ചായ ഇട്ട് കഴിക്കാനും ഒക്കെ കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനും അപ്പോഴത്തേക്ക് തണുപ്പൊക്കെ മാറി നമുക്ക് കറി വയ്ക്കും. എന്തെടുക്കുവാ? JCBക്കകത്ത് മണ്ണ് വാരുവാ മോനുക്കുട്ടൻ.
അതാണ് ഓർമ്മ ഏ ഓർമ്മ വരുന്നു. എന്തുവാ അതായത് അച്ചാച്ചനെ ചേച്ചി ഇപ്പൊ വരുമല്ലോ. ആഹാ നമ്മുടെ ബോട്ടിലൊക്കെ ഞാൻ കുറച്ച് പാച്ച് വർക്ക് ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, അതൊക്കെ ചെയ്ത് കണ്ട്. മറ്റേ ഇച്ചിവിടെ പെയിന്റ് ഉണങ്ങാനുണ്ട്, അതുകൊണ്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫിനിഷിങ് ലുക്ക്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും നമുക്ക് അടുക്കള ചുമ്മാ വെച്ചേക്കാം. അതേ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് കളയാം അല്ലേ? അങ്ങനെ ഉണ്ടെന്ന് പറയണേ. കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചു. ഇനി നമുക്കിതിനകത്ത് ചെടിയും കൂടെ വെക്കണം കേട്ടോ. മോനു JCB മണ്ണ് വരുക. മുത്ത് ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു ബസ് ഉണ്ടായിരുന്നു, അതിന് വന്നു. അപ്പോൾ ഞാൻ ചായ ഇട്ടില്ല, ചായ ഇടട്ടെ. ഇതങ്ങോട്ട് വെച്ചിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായ ഇടാം. സ്കൂളിൽ ചായ ഉണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ ഒരു മുത്തൂടെ വരാറാകുമ്പോഴത്തേക്ക് ചായ ഇടാം എന്ന് വിചാരിച്ചത്. കിലുക്കം സിനിമ കണ്ടിട്ടുണ്ടോ? കിലുക്കം സിനിമക്കകത്തെ ജഗതിയുടെ അവസ്ഥ ഇപ്പൊ മുപ്പിൽ എന്തോ പറയുന്നേ, എന്റെ എല്ലാ ഓമാരും അടിച്ചിളക്കി. മോനെ അതിൽ ഒരു അരമണിക്കൂർ ഓട്, അല്ലെ ഒരു 15 മിനിറ്റ് ഓട്. ഞാൻ ഓടത്തില്ല. ഇപ്പൊ അവിടെ പോയി പെരട്ടി കൂട്ടണ്ട, അങ്ങനെ തന്നെ നടക്കാൻ വയ്യാതെ. പിന്നെ 2 വീലറിലല്ല പോയത്. 2 വീലർ ഞാനും മോനുകുട്ടനോട് വന്നിട്ട് റോഡിൽ മേടി വെച്ചേക്കോ. ഇങ്ങോട്ട് ഇറക്കാൻ നിങ്ങൾ കണ്ടല്ലോ വഴി. ഞാൻ ഇറക്കത്തുമില്ല, വണ്ടി റോഡിലോട്ട് കയറ്റി വെക്കത്തുമില്ല. മുത്ത ചെയ്തു തരുന്ന കേട്ടോ. അപ്പൊ വന്നപ്പോ ബസ്സിന് വന്ന് അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് വണ്ടി ഇറക്കി വെച്ചതാണ്. ഇനി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചോന്ന് ചോദിക്കരുത് കേട്ടോ. തേങ്ങ വാങ്ങിച്ചു. നമ്മുടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ നിന്നാണ് തേങ്ങ വാങ്ങിക്കുന്നത് കേട്ടോ. ഇത് 250 ആയിരുന്നു. 250 രൂപയ്ക്ക് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. അത്രയാണ്. ഇതിന് വില വല്ലതും കൂടിയോന്നൊന്നും അറിയത്തില്ല. പക്ഷെ എല്ലാം നല്ല തേങ്ങയാണ്, ഒരു കേടൊന്നുമില്ല കേട്ടോ. 2 പേർക്കും കാപ്പിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി അധികം ഉണ്ട്, അത് ഞാനും കുടിക്കുക. ഞാൻ ആ സ്കൂളിൽ നിന്ന് കുടിച്ചോണ്ട് എനിക്ക് വേണമെന്നൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബാക്കി കുടിക്കുക കേട്ടോ. ഇതൊരെണ്ണം എടുക്കുവാണേ. ഇതിഷ്ടമുള്ളൊരു കമൻ്റ് ഇടണം കേട്ടോ. ഈ ഫ്രൂട്ടി ബ്രെഡ് ഇതൊരു നൊസ്റ്റാൾജിക്കാണല്ലേ. എനിക്ക് അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണിത്. ഇതൊരെണ്ണം കൂടെ കഴിക്കാം. വേണോ? ഈ ബ്രെഡ് വേണോ? ഞാൻ ചായയുടെ കൂടെ എടുത്ത് കഴിക്കും. ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം. കുറച്ച് പാത്രങ്ങളോടെ കഴുകാൻ കിടപ്പുണ്ട്, അതോടെ കഴുകി വെച്ചിട്ട് കുളിക്കാം. കുളിച്ചിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ച് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മീൻ തണുപ്പൊക്കെ മാറി വരുന്നുണ്ട്, കറി വെക്കാം. എഴുതാനൊന്നുമില്ലേ? എഴുതാനൊന്നുമില്ലേ? ഹോംവർക്ക് ഒന്നും തന്നിട്ടില്ലേ? ഇന്നും പഠിപ്പിച്ചുമില്ലേ? അതെടുത്ത് വെച്ച് പഠിക്കുക കേട്ടോ.
മാങ്ങ പൂള് കേട്ടോ, നമ്മുടെ മുളകിട്ട് മത്തി കറി വെക്കാന്. തേങ്ങ അരച്ച് കറി വെച്ചത് സൂപ്പറായിരുന്നു കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം. നിങ്ങൾക്ക് എൻ്റെ പാചക വീഡിയോ കാണുന്നതല്ലേ ഇഷ്ടം. പിന്നെന്തോ വിശേഷം? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണോ? സുഖമായിട്ടിരിക്കുവാണോ? പിന്നെ നമ്മുടെ വലിയൊരു ദുരന്തം നമ്മൾ നേരിൽ കണ്ടില്ല, നമ്മുടെ നാട്ടിലല്ല, എന്നാൽ പോലും അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചവരിൽ ചിലരെങ്കിലും നമ്മുടെ മലയാളികൾ തന്നെ അല്ലേ. അപ്പോൾ ആ ദുരന്തത്തിൽ, ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. മനസ്സുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് സഹിക്കാനുള്ള കരുത്ത് നൽകട്ടെ എന്നും വിട പറഞ്ഞു പോയവർക്ക് ആത്മശാന്തിയും നേരാം അല്ലേ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെയുള്ള ന്യൂസ് വരുമ്പോഴേ എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. നേരത്തെയൊക്കെ ഇതൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയുള്ള ന്യൂസ് വന്നാൽ ഞാൻ കാണാൻ നിൽക്കത്തില്ല. എനിക്ക് ഭയങ്കര പെടച്ചിലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണാൻ നിൽക്കത്തില്ല. ഇപ്പൊ പ്രവാസികളായവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറയണേ, ഒരുപാട് ബാധ്യതകളുടെ നടുവില് എന്താ പറയുന്നേ, വീട് വിട്ടു പോകാനോ അല്ലെ കുടുംബം വിട്ട് മാറി താമസിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത എത്രയോ പേര് ഈ ബാധ്യതകളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ മണലാരണ്യത്തിൽ കഷ്ടപ്പെടാൻ പോകുന്നു അല്ലേ. അങ്ങനെ ഒരാളാണ് എൻ്റെ കൂടപ്പിറപ്പ് കേട്ടോ. ശരിക്കും നാട്ടിൽ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമാണ്, പക്ഷെ ബാധ്യതകൾ അതിന് സമ്മതിക്കുന്നില്ല. ഒക്കെ ദൈവം കാണട്ടെ, മാറ്റിത്തട്ടെ. ഒന്ന് കഴുകിയിട്ട് വരാം, എന്നിട്ട് നമുക്കിത് പൂളിയെടുക്കാം, മീൻകറി വയ്ക്കാം. ഇതൂടെ ഉള്ളു കേട്ടോ. നമ്മൾ വാങ്ങിച്ചത് കുറച്ച് കടുമാങ്ങ ഇട്ടു, ഒന്ന് നമ്മൾ ബ്ലേഡ് കറി വെച്ചു, കുറച്ച് പച്ചക്ക് കഴിച്ചു. ഇനി ഇതേ ഉള്ളൂ. ഞാൻ പച്ചമാങ്ങ തിന്നപ്പോ വാ വിളിച്ചവര് പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഇച്ചിരി കഴിക്കാൻ പോവാ. മാങ്ങ എന്തോ എന്തോ മാങ്ങ വയ്ക്കും. മോനുകുട്ടൻ വരച്ച വീട്. ഇത് മോനുകുട്ടൻ വരച്ച പടം കേട്ടോ. അമ്മയും മോനുകുട്ടനും അച്ചാച്ചനും. ഞാന് മത്തി മുറിക്കാതെ കറി വെക്കുന്ന കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ മാങ്ങ ഇങ്ങനെ നീളത്തിൽ കഷ്ണിച്ച് വെക്കാൻ പോണേ. അപ്പൊ നമുക്ക് മത്തിയുടെ കൂടെ ഓരോ പീസ് മാങ്ങയും കൂടെ കോരിയിട്ട് ചോറിനകത്ത് പെരട്ടി കഴിക്കാം. കലാപരിപാടിയിലേക്ക് കിടക്കാം. പച്ചമുളക് കൊണ്ടോന്ന് അറിയത്തില്ല, തീർന്നോന്ന് തോന്നുന്നു. രാവിലെ മെഴുക്കോട്ടിക്ക് എടുത്തായിരുന്നു. മീൻകറിയൊക്കെ റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് പല പരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് വന്നത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ അതിൻ്റെ കൂടെ ഫോണിന് ചാർജും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചോറെല്ലാം വാർത്തിട്ടു. ഇനിയും ചോറിനാൻ പോവാണ്. എന്നും നമ്മൾ കഴിക്കുന്ന സമയമായി 8 മണി കഴിഞ്ഞ് ചോറിനാൻ പോവാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയത് നമ്മുടെ മൺകലത്തിന്റെ ഈ കലത്തിന്റെ അടപ്പായിരുന്നു കേട്ടോ. ഇതിന് കളർ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇതെല്ലാം പെയിന്റ് അടിച്ചു വെച്ചു. അപ്പം ഇതിന്റെ മണ്ടയ്ക്ക് ഇനി 2-3 പൂക്കളൊക്കെ വരയ്ക്കണം, എന്നിട്ട് നമുക്കത് അടച്ചു വെക്കണം. ഇതൊക്കെ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. മീൻകറിയും വഴുതനങ്ങ കറി വെച്ചത്, കോവയ്ക്ക തോരൻ, ഇതൊക്കെയാണ് എന്റെ രാത്രിയിലത്തെ ആഹാരം. അവർക്ക് 2 പേർക്കും ബ്രെഡ് മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയില്ല കേട്ടോ. ബ്രെഡും മീൻകറിയാണ് അവരുടെ രാത്രിയിലത്തെ ഭക്ഷണം. അപ്പോൾ കഴിക്കാം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. കുറേ എന്താ പറയുന്നത്, തലയ്ക്കകത്ത് കൊള്ളാത്ത അത്രയും കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുക, തലയിൽ ഇങ്ങനെ ഭാരം പോലെ ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് എൻ്റെ തല പെരുത്ത് വല്ലാത്തൊരവസ്ഥയിലിരിക്കുക ഞാൻ. എന്തോ എങ്ങനെ എപ്പോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ജൂലൈയിലേക്ക് മുത്തിന്റെ ക്ലാസ് തുടങ്ങുന്ന കാര്യമൊക്കെ അടുത്ത് വരുവാണ്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആകപ്പാടെ വല്ലാത്തൊരു എല്ലാം നടന്നു
നടന്ന് നല്ല വഴിയെ തീരട്ടെ. നമുക്ക് ഇനി ചോറുണ്ണാട്ടോ. മീൻകറി, മാങ്ങായും മത്തി. എന്തോ എടുക്കും അവിടെ? ബാ ചോറിന. ആ ആ ആനക്കുട്ടി എന്തിനാ എടുത്ത് അവിടെ കൊണ്ടുപോയി? അല്ലല്ല അത് ഞാൻ കോളേജിൽ സബ്മിറ്റ് ചെയ്യാനുള്ള പേപ്പർ എല്ലാം തപ്പി എടുക്കുക. അത് +2 അല്ലേ? ആ +1 TC കിട്ടിയോ? മൈഗ്രേഷനോ? മൈഗ്രേഷന്റെ കാര്യം തന്നില്ല. ചോദിക്കാൻ എന്താ ഈ CC എന്തുവാ? TC ഉണ്ട് തന്നു. മൈഗ്രേഷന്റെ കാര്യം ഞാൻ ഇപ്പം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒറിജിനൽ കിട്ടി. അല്ല എടുത്ത് വെച്ചിട്ട്. അതെ ഇത് എന്റെ വെച്ച ശരിയാകത്തില്ല. എന്തോ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ ഇപ്പൊ എന്റെ തരണ്ട. എന്റെ തല അങ്ങ് വല്ലാതെ പേര് തിരികയോ. എന്താ വാ കഞ്ഞിവെള്ളം കലക്കും ഒരുത്തന് ഉപ്പിട്ട്. ചോറ് വിളമ്പ. ഇന്ന് കുത്തരിച്ചോറാട്ടോ. ചോറ് കുറച്ചുകൂടി വേവിച്ച് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഒരു പ്രിയം. എനിക്ക് ഒരുപാട് വെന്ത് കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാന് ഇങ്ങനെ വെക്കുന്നത്. ചോറെടുത്തു. ഇനി നമുക്ക് വഴുതനങ്ങ കറി വെച്ചെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഓനുകുട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ലതാ കേട്ടോ. ഞാനൊരു ദിവസം അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാമേ. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, നമ്മുടെ മത്തിക്കറി. മത്തിയുടെ അത്രയും നീളത്തിൽ നമ്മൾ മാങ്ങായും കഷ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.